ഓക്കെ ദെൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. അപ്പം എൻ്റെ പേരൊക്കെ അറിയാമല്ലോ, ഷെബിനസ് അല്ല ഷെബിനാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പോസ്റ്റർ ഡിസൈനിങ് ഒരു സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. ഏതാ നമ്മളെ എന്തായിരുന്നു നമ്മുടെ AI-യും PS-ഉം പിന്നെ ക്യാൻവ, വേറെ ഏതോ ഒരു സാധനം ഉണ്ട്. അതിനെക്കുറിച്ചൊരു സെക്ഷൻ എടുക്കാൻ പോവാണ്. അപ്പം ആദ്യമേ കുറച്ച് ഇമേജസിൻ്റെ കാര്യം പറഞ്ഞുതരാം. മീൻസ് SVG, PNG, JPEG അങ്ങനത്തെ ഇമേജസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇമേജസിന്റെ ഇത് കിട്ടുന്നുണ്ടോ? SVG അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പറയൂ. ഓക്കെ, അപ്പം SVG എന്ന് പറഞ്ഞാൽ സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണ്. പിന്നെ SVG ഉണ്ട്, EPS ഉണ്ട്. അത് കുറച്ച് ബേസിക്സ് ആണ്. അപ്പം ആ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള. അപ്പൊ അതൊക്കെയാണ് നമ്മൾ AI-ക്കകത്ത് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ വെക്ടർ ഗ്രാഫിക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇമേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്യുമ്പോൾ പിക്സൽസ് ഇല്ലേ, പിക്സൽസ് മീൻസ് ഒരു സൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ട് ചെറുതായിട്ട് കാണാൻ പറ്റുമല്ലോ സൂം ചെയ്യുമ്പം. അപ്പൊ സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ സൂം ആവുന്നതിനൊക്കെയാണ് സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സിനും EPS-ഉം അങ്ങനെയൊക്കെ പറയുന്നത്. വൈൽ ഇൻ ദ കേസ് ഓഫ് PNG-യും JPEG-ഉം ഒക്കെ ആണെങ്കിൽ നമ്മൾ സൂം ചെയ്യുമ്പോഴും പിക്സൽസിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും. മീൻസ് സൂം ചെയ്യുമ്പോഴും ക്ലാരിറ്റി കുറഞ്ഞു വരുന്നു വരും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്നത്. വൈൽ എന്താണ് EPS-ഉം SVG-യും ഒക്കെയാണ് നമ്മൾ അഡോബ് ഇലിസ്ട്രേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം അഡോബ് ഇലിസ്ട്രേറ്ററിൽ നോക്കാം. സ്പീഡാണെങ്കിൽ പറയണേ. സ്പീഡാണെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറയണേ. ഇതാണ് അഡോബ് ഇലിസ്ട്രേറ്റർ. അപ്പം ഇതാണ് അതിന്റെ ഹോം പേജ്. ഇതാണ് ഇലിസ്ട്രേറ്റർ. റീസൺസ് ഒക്കെ ഇവിടെ കാണും. റീസെന്റ് ഞാൻ മുമ്പേ ഒക്കെ ചെയ്ത പോസ്റ്റേഴ്സ് ഒക്കെയാണത്. അപ്പൊ ആദ്യമേ നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നതിന് ക്രിയേറ്റ് നൗ. ലാഗ് ഉണ്ട്, കുറച്ച് ലാഗ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. എല്ലാം കൂടെ വർക്ക് ആവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് ന്യൂ ഡോക്യുമെന്റ്സ് റീസൺസ്. ഞാൻ ഈ റീസണിനകത്ത് കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്ത ഡയമെൻഷൻസ് ആണ് കാണിക്കുന്നത് റീസൺസിനകത്ത്. പിന്നെ സേവ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡയമെൻഷൻസ് ആയിരിക്കും കാണുന്നത്. ഇത് ആർട്ട് ബോർഡിന്റെ ഡയമെൻഷൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ മൊബൈൽ എന്ന് പറയുമ്പം ലാഗാണല്ലോ. ഓക്കെ, മൊബൈൽ ആണെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു ഡയമെൻഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. വെബ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിന്റെ ഡയമെൻഷൻ ആയിരിക്കും. അതൊക്കെ കാണുമായിരുന്നു. വെയിറ്റ് അത് കണ്ടോ, മൊബൈൽ ഫോൺസിനാണെങ്കിൽ മൊബൈൽ ഫോൺസിന്റെ ഡയമെൻഷൻസ്. വെബ് ആണെങ്കിൽ ഒരു വെബ് പേജിന്റെ ഡയമെൻഷൻ ആയിരിക്കും. പ്രിന്റ് ചെയ്യുന്നതിന്റെ ഡയമെൻഷന്, ഫിലിം ഓർ വീഡിയോ അതിന്റെ ഡയമെൻഷൻസ്, ആർട്ട് ഇലസ്ട്രേഷൻ അങ്ങനെ. അപ്പൊ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷന്റെ പേര് ഡീറ്റെയിൽസ് അൺടൈറ്റിൽഡ് ആണ്. അത് നമുക്ക് പിന്നെ നെയിം ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിന്റെ വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പെക്സൽസ് എങ്ങനെ വേണം, സെന്റിമീറ്റേഴ്സ് വേണോ, മില്ലിമീറ്റേഴ്സ് വേണോ, യാർഡ്സ്, ഫീറ്റ്, ഇഞ്ചസ്, പിക്കാസ്, പോയിന്റ്സ്, പിക്സൽസ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പിക്സൽസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ
പോർട്രേറ്റ് മോഡും ലാൻഡ്സ്കേപ്പ് മോഡിലുമാണ്. പിന്നെ ഇത് ആർട്ട് ബോർഡ്സിന്റെ എണ്ണമാണ്. ഇത് AI-ക്കകത്താണെങ്കിൽ കുറെ ആർട്ട് ബോർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഫോട്ടോഷോപ്പിന്റെ കേസിൽ വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സിംഗിൾ ആർട്ട് ബോർഡിന്റെ അകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ആർട്ട് ബോർഡ്സിന്റെ അറ്റത്തെ ഓരോ ഡയമെൻഷൻസ് ആണ്. പിന്നെ RGB കളർ മോഡ്, ഇതെന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീൻ ബ്ലൂ കളർ മോഡാണ്. അതാണ് ഡിജിറ്റൽ യൂസിനൊക്കെ RGB കളർ മോഡാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ CMYK, അതെന്ന് പറഞ്ഞാല് സിയാൻ മജന്ത യെല്ലോ കീ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്കിഷ് കളറാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്ന ആണ് ആ കളർ മോഡ്. പിന്നെന്ന് വെച്ചാല് രജിസ്റ്റർ എഫക്ട്സ് ഹൈ ക്വാളിറ്റിയിൽ വെച്ചേക്കുന്നത്, അപ്പൊ നല്ലപോലെ ഇത് ചെയ്യാൻ. പിന്നെ എന്താ ക്രിയേറ്റ് നിൽക്കുക, ക്രിയേറ്റ് ആവും. അപ്പൊ ഇതാണ് നമ്മുടെ ആർട്ട് ബോർഡ്. ഇതിന്റെ അകത്താണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ ടൂൾസ്. എന്തൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ്, ഓരോ ആർട്ട് ബോർഡ്സിന്റെയും ഇവിടെ ചെയ്യുന്ന സാധനത്തിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ കാണാം. പിന്നെ ലെയേഴ്സ്, പിന്നെ ലൈബ്രറീസ് നോക്കുന്നില്ല. ഇപ്പം ലെയേഴ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു അഡോബ് ഇല്ലസ്ട്രേറ്ററിലും ഇതൊക്കെ ചെയ്യുന്നതിനകത്തൊക്കെ ലെയേഴ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാരും ഉറങ്ങിയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. നല്ലൊരു സൂക്ഷിച്ചു നോക്കിട്ടോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആണ് ഇത്. ഇനി ഓരോ ടൂൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യമേ ഇതെന്ന് പറഞ്ഞാൽ സെലക്ഷൻ ടൂളാണ്. ഞാൻ ആദ്യമേ ഇത് റെക്ടാങ്കിൾ വരച്ചിട്ട് കാണിച്ചു തരാം. ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഇതിന് കളർ കൊടുക്കുക. ഒരു റെഡ് കളർ കൊടുക്കുന്നു വെച്ചോ, റെഡ് കളർ. ഇതെന്ന് പറഞ്ഞാൽ സെലക്ഷൻ ടൂളാണ്. മീൻസ് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സെലക്ട് ടൂള്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെലക്ട് ടൂൾ. മീൻസ് ഓരോ പൊസിഷൻ, ഓരോ പോയിന്റ് മാത്രം സെലക്ട് ചെയ്യുന്നതിനാ. ഇപ്പം ഞാൻ നോക്കുക, ഈ ഒരു ചെറിയ ഡോട്ടിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴോട്ട് വലിക്കുന്നു. അപ്പൊ അവിടെ കർവ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ കർവ് ചെയ്യുന്നുണ്ടല്ലോ. ഈ R = 143.28 പിക്സൽസ് റേഡിയസ് ആണ്. ഞാൻ ഉണ്ടാക്കിയ കർവിന്റെ റേഡിയസ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇതിപ്പോ 4 സൈഡല്ലേ കർവ് ആയത്. ഇനിയിപ്പോ എനിക്ക് ഒരു സൈഡ് മാത്രം കർവ് ചെയ്താൽ മതി എന്ന് വെച്ചോ. അപ്പൊ ഞാൻ എന്താണ്, അപ്പൊ ഈ ഇവിടുത്തെ ആ ഡോട്ടിന്റെ അകത്തുള്ള ഒരു ബ്ലൂ ഡോട്ട് പോയാൽ എനിക്ക് ഈ പോർഷൻസ് മാത്രം ഇത് ചെയ്യാൻ പറ്റും, മീൻസ് കർവ് ചെയ്യാൻ പറ്റും. അതിനൊക്കെയാണ് സെലക്ഷൻ ടൂൾസ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ കർവ് ചെയ്തെന്ന് വെച്ചോ, ഇനി ഈ പൊസിഷൻ എടുത്തിട്ട് ഇതിന്റെ ഷേപ്പ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻടു വാട്ട് എവർ തിങ്സ്, ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ഏത് വേണമെങ്കിലും ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുന്നതിനൊക്കെയാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. വി ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് എനിത്തിങ്. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. അതിന് മുന്നേ നമ്മൾ ഇപ്പം നമ്മുടെ ആർട്ട് ബോർഡിനെ സൂം ചെയ്യുന്നതിനും സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടി ഓൾട്ട് നെക്കിയിട്ട് നമ്മുടെ മൗസിലെ സ്ക്രോൾ ബട്ടൺ ഇല്ലേ, അത് മേളിലോട്ടും ഓൾട്ട് നെക്കിയിട്ട് നമ്മുടെ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ മേളിലോട്ടും താഴോട്ടും ആക്കിയാൽ മതി. അപ്പം പുറകിലോട്ട് ആക്കുവാണെങ്കിൽ സൂം ഔട്ട് ആവും, ഫ്രണ്ടിലോട്ട് ആക്കുവാണെങ്കിൽ സൂം ഇൻ ആവും. പിന്നെ ആർട്ട് ബോർഡ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പേസ് ബാർ നിൽക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിന് മനസ്സിലായല്ലോ. പിന്നെ ലാസോ ടൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം സെലക്ട് ചെയ്യാം, അതിൻ്റെ അകത്ത് ഓരോ കട്ടിങ്സ് ഒക്കെ വരുത്താൻ വേണ്ടി ലാസോ ടൂൾസ്. ഇനിയിപ്പോ നമ്മുടെ പെൻ ടൂൾ ആണ്. പെൻ ടൂൾ മീൻസ് ഫോർ ഡ്രോയിങ് പർപ്പസ്, മീൻസ് എന്തെങ്കിലും വരയ്ക്കാനോ വല്ലതും മാർക്ക് ചെയ്യാനോ. ഇതിപ്പോ ഫില്ല് ആയെന്ന് വെച്ചാൽ നമ്മൾ ഫില്ല് കൊടുത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ നോ ഫില്ല് കൊടുത്താൽ ജസ്റ്റ് ഒരു മാർക്കായിട്ട് മാറും. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഡ്രോ ചെയ്യാനൊക്കെയാണ് പെൻ ടൂളിന്റെ ഉപകാരം.
പിന്നെ അതിൻ്റെ തന്നെ ആങ്കർ പോയിന്റ് ടൂൾ ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാല് സർക്കിൾസ് കർവേച്ചർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു പോയിന്റ് വരച്ച് ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ കർവേച്ചർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ പെൻ ടൂൾ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻസ് മാത്രമായിരിക്കും, സ്ട്രേറ്റ് ലൈൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കർവേച്ചറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പെയിന്റ് ബ്രഷ് മീൻസ് ഫോർ പെയിന്റിങ്, അല്ലെങ്കിൽ എഴുതുക, വരയ്ക്കുക, അതിനൊക്കെയാണ് പെയിന്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇപ്പൊ വരച്ച ഒരു സാധനത്തിനെ അൺഡു ചെയ്യാൻ മീൻസ് റിവേർട്ട് ചെയ്യാൻ കൺട്രോൾ ഇസഡ് നിൽക്കിയാൽ മതി. ഓക്കെ, കൺട്രോൾ ഇസഡ് നിൽക്കിയാൽ വരച്ച സാധനം റിവേർട്ട് ആവും, മീൻസ് അൺഡു ആവും. പിന്നെ ഇത് അതൊക്കെയാണ് റിവേർട്ട്. പെൻസിൽ ടൂൾ, പ്ലെയിൻ ബ്രഷ് ടൂളിനാണെങ്കിൽ ഫില്ല് ആവത്തില്ല. മീൻസ് പ്ലെയിൻ ബ്രഷ് ടൂൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വരച്ചെന്ന് വെച്ചോ, ഇതിനിപ്പം ഇത് കണ്ടോ ഫില്ല് ആവത്തില്ല. ഇതിന് ഏത് കളർ കൊടുത്താലും അത് ഫില്ല് ആവത്തില്ല. അതിൽ ഇൻ ദ കേസ് ഓഫ് പെൻസിൽ ടൂൾസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കർവ് വരച്ചെന്ന് വെച്ചോ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കളർ കൊടുത്താൽ അത് ഫില്ല് ആവും. കളർ കൊടുത്തു, ഫില്ലായി. ഏതെങ്കിലും കളർ കൊടുത്താൽ അത് ഫില്ല് ആവും. അപ്പോൾ അതാണ് പെൻസിൽ ടൂളും പെൻ ടൂൾ തമ്മിലുള്ള ഡിഫറൻസ്. സെലക്ട് ചെയ്യുക, ഒരെണ്ണം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഈ സാധനം നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ടൈപ്പ് ടൂളാണ്, മീൻസ് ഇമേജസ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിന്. പ്രോപ്പർട്ടീസ്, ഇവിടെയാണ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളിപ്പോൾ ഒരു ഡിഫോൾട്ട് ഇമേജ്, ഡിഫോൾട്ട് റൈറ്റിംഗ്സ് ആണ് അതിൻ്റെ തൊക്കെ ഉള്ളത്. അതായത് ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് സെഞ്ചുറി കോത്തിങ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അത് യൂസ് ചെയ്ത് പിന്നെ ഇത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഹൈറ്റ് ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് മീൻസ് ഇതിന്റെ ഫോണിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. കൂട്ടിയത് 48 വെച്ചെന്ന് വെച്ചോ. ഇതെന്ന് വെച്ചാല് വെയിറ്റ്, ഞാൻ ഇപ്പൊ വല്ലൊക്കെ എഴുതുക. ഇറ്റ്സ് സം വേർഡ് ഫ്രോം മൈ, ആരായിരിക്കും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു കുറച്ച് എഴുതുന്നു വെച്ചോ. ഇങ്ങനെ എഴുതി വെച്ചോ. ആൻഡ് ഇറ്റ്സ് വാസ് റിട്ടൺ. ഇനി ഞാൻ ആരാ എഴുതിയെന്നൊക്കെ എന്ന് വെച്ചോ. അപ്പൊ ഇതാണ് ഇപ്പൊ സെലക്ട് ചെയ്യാം. ഇത് ഫോണ്ട് സൈസ് ഞാനിപ്പോ ഇൻക്രീസ് ചെയ്ത്, അത് അത്ര മതിയായിരുന്നു. ഇൻക്രീസ് ചെയ്ത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഓരോ ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ്, മീൻസ് ഒരു ലൈനില്ലേ, ഷെവിനസ് ഇസ് എ ബാഡ് ബോയ് ആൻഡ് ഹി ഈസ് സിംപ്ലി അതും, പിന്നെ വേസ്റ്റിംഗ് ഹിസ് ഓൾ ഡേ ബൈ ഈറ്റിംഗ് സ്ലീപ്പിംഗ് എക്സെട്ര, അത് ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ് ഈ സൈഡ് എന്ന് വെച്ചാൽ. ഇപ്പൊ കൂട്ടുമ്പോ കണ്ടോ അതിന് തമ്മിലുള്ള ഡിഫറൻസ് കൂടി വരുന്ന. ആൻഡ് ദെൻ കുറയ്ക്കാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടി നമ്മൾ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ മേളിലോട്ട് ഫോർവേഡ് റോൾ ചെയ്യുക. ആൻഡ് ദെൻ കുറയ്ക്കാൻ വേണ്ടി മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ബാക്കിലോട്ട് റോൾ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ. ആൻഡ് ഇതെന്താ ഇതില്ല. ഇത് നോക്കുക. ഇതെന്ന് പറഞ്ഞാല് ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ്ങിന്റെ ഡിഫറൻസിനാണ്. ഇതിപ്പം കണ്ടോ, ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് കൂടി വരികയാണ്.
അങ്ങനെ കൂട്ടാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്സ്. ഇതിപ്പോ റൈറ്റ് മോസ്റ്റിലേക്ക് കിടക്കുന്നത് ഇപ്പൊ മിഡിലേക്ക് അലൈൻ ചെയ്യാൻ, അലൈൻമെന്റ് എന്ന് പറയാം. അലൈൻമെന്റ് ഇതിപ്പം റൈറ്റ് അല്ലല്ലോ, ലെഫ്റ്റിലേക്കാണ് ഇരിക്കുന്നത്. മിഡില് റൈറ്റിലേക്ക് അയക്കി. ഇത് പിന്നെ വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല, കുറെ എഴുതുമ്പോൾ ഒക്കെ ഡിഫറൻസ് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ മേളിലത്തെ പോർഷനില്, ഇതിപ്പോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന പോർഷനിലെ മേളിലത്തെ പോർഷന്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നടുക്കത്തെ, താഴത്തെ, പിന്നെ എക്സ്പാൻഡഡ്, ഭയങ്കര എക്സ്പാൻഡഡ് ആയിട്ട് കിടക്കുന്നത്, അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആർട്ട് ബോർഡിന്റെ എവിടെയായിട്ട് ഈ റൈറ്റിങ്സ് പ്ലേസ് ചെയ്യണമെന്ന് കാണിക്കുന്നതാണ് ഈ അലൈന്. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സെലക്ടഡ് ഏരിയന്റെ അവിടെ നമ്മൾ എവിടെയാണോ മാറ്റേണ്ടത് അതൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഏരിയ ടൈപ്പും അതൊക്കെ തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ആർട്ട് ബോർഡിന്റെ എവിടെയാണ് മാറ്റേണ്ടതാണ്. മീൻസ് ഇപ്പം ആർട്ട് ബോർഡിന്റെ അറ്റത്ത് ലെഫ്റ്റിലേക്കാണോ, ആർട്ട് ബോർഡിന്റെ മിഡിലേക്കാണോ, ആർട്ട് ബോർഡിന്റെ റൈറ്റ് മോസ്റ്റിലേക്കാണോ, അപ് ടു ദ ബോട്ടം, മേളിൽ നിന്ന് താഴോട്ടാണോ, താഴെ നിന്ന് മേളിലോട്ട്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണ് ഇത്. അവിടെ ഇരിക്കുക. അപ്പൊ ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഇത്ര മനസ്സിലായോ? ഹലോ, ആരും കേൾക്കുന്നില്ലേ? ഹാഫിസേ, ഹലോ, ഇവിടെ കേൾക്കുന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് പറയണം എന്താണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. പിന്നെന്ന് വെച്ചാല് ഇതിപ്പോ ഇവിടെ ഇനി റൊട്ടേറ്റിംഗ്. ആദ്യമേ നമ്മളൊരു ഇത് വരയ്ക്കുക. ഇതെന്ന് വെച്ചാല് ഇതിനകത്ത് വേറെ ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോ ഒരു പാത്ത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വരയ്ക്കുന്നതുണ്ട്. എന്ന് വെച്ചാല് ഞാനൊരു പാത്ത് വരച്ചെന്ന് വെച്ചോ. ഇതല്ല, സോറി, ഇങ്ങനെ ഒരു പാത്ത് വരച്ചെന്ന് വെച്ചോ. എന്നിട്ട് അതിൻ്റെ അകത്ത് ആണോ ഒരു പാത്ത് വരച്ചിട്ട് അതിൻ്റെ അകത്ത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു പാത്ത്, ജസ്റ്റ് ഒരു പാത്ത് വരച്ചിട്ട് അതിന്റെ മേളിൽ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ടെക്സ്റ്റ്. അത് നമ്മുടെ ഈ ഇതിൽ നിൽക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കിയാൽ മതി. റൈറ്റ് ക്ലിക്ക്, മൗസിന്റെ റൈറ്റ് ക്ലിക്ക് നിൽക്കുമ്പോൾ ഓരോ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യാനുള്ളതിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, ഈ സാധനം. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റിംഗ് ടൂൾ ആണ്. മീൻസ് റൊട്ടേഷൻ യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ, ഒരു മിഡ് പോയിന്റ് വെച്ചിട്ട് അതിന്റെ റൊട്ടേഷന് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതൊക്കെ. പിന്നെയുണ്ട്, ഇനി ഇത് പറഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് റെക്ടാങ്കിൾ ടൂൾസ്, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ്, ഇത് ക്ലിക്ക് ചെയ്യുക, ടൂൾസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ഇത് കാണാം. റെക്ടാങ്കിൾ ടൂളാണ് ഞാൻ ഇപ്പോൾ വരച്ചത്. ഇപ്പൊ റെക്ടാങ്കിൾ ടൂള് ജസ്റ്റ് വരച്ച ഒരു റെക്ടാങ്കിൾ കിട്ടി. ഇപ്പൊ നമുക്ക് കറക്റ്റ് സ്ക്വയർ വേണമെങ്കിൽ ഷിഫ്റ്റ് നിൽക്കുക, എന്നിട്ട് വരയ്ക്കുക. ഷിഫ്റ്റ് നിൽക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഡയമെൻഷനിൽ ഒരു സ്ക്വയർ കിട്ടും. ആൻഡ് ദെൻ ഇപ്പൊ ഒരു മിഡ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്ക്വയറോ റെക്ടാങ്കിളോ എന്താന്ന് വെച്ചാലേ, ഇപ്പൊ കാണോ, ഇത് ഞാൻ മിഡ് പോയിന്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഇതിന്റെ അകത്ത് കുറെ സാധനം വരയ്ക്കുന്നത്. ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഓൾട്ട് നിൽക്കിയിട്ട് മൗസ് ഇങ്ങനെ വരച്ചാൽ മതി. സാധാ വരയ്ക്കുന്ന പോലെ ലെഫ്റ്റ് ക്ലിക്ക് നിൽക്കിക്കൊണ്ട് ഇങ്ങനത്തെ ഓരോ ഷേപ്പ് വരച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് വെച്ചിട്ട് ജസ്റ്റ് വരച്ച ഒരു റെക്ടാങ്കിൾ പോലെ ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് കറക്റ്റ് സ്ക്വയർ കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് നിൽക്കുക, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഓരോ ഷേപ്പ് വരയ്ക്കുക, ഷിഫ്റ്റ് നിൽക്കിട്ടോ. ഓക്കെ, സെലക്ട് ടൂളിന്റെ ഷോർട്ട് കട്ട് വി ആട്ടോ. വി നിൽക്കിയാൽ മതി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി. വി നിൽക്കിയാൽ മതി. ഇന്ന് എ നിൽക്കിയാൽ മതി.
പി ഷിഫ്റ്റ് പ്ലസ് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ വെച്ചാൽ പോളിഗൺ എന്ന് വെച്ചാൽ ഇപ്പൊ ജസ്റ്റ് ഒരു പോളിഗൺ അല്ലല്ലോ, എലിപ്സ്, ജസ്റ്റ് ഒരു എലിപ്സ് വരയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ കറക്റ്റ് നമുക്കൊരു സർക്കിൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് നിൽക്കുക, എന്നിട്ട് വരയ്ക്കുക. അപ്പൊ ഒരു സർക്കിൾ കിട്ടി. എന്തായാലും ഇപ്പൊ ഒരു മിഡ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിൽ നിൽക്കുക. അപ്പൊ മിഡ് പോയിന്റ് പോലെ ജസ്റ്റ് വന്ന് എന്നിട്ട് ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഓൾട്ട് നിൽക്കുക. മിഡ് പോയിന്റ് വരാനാണെങ്കിൽ ഓൾട്ട് നിൽക്കാൻ. ആൻഡ് ഇപ്പം കറക്റ്റ് സർക്കിൾ വരണമെങ്കിൽ ഷിഫ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. ആൻഡ് ദെൻ പോളിഗൺ, ഒരു പോളിഗൺ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഇഫ് യു വാണ്ട് എ റെഗുലർ പോളിഗൺ കറക്റ്റ് ഡയമെൻഷൻസിലൊക്കെ വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് നിൽക്കുക. എപ്പോഴും അങ്ങനെ തന്നെ, റെഗുലർ ആയിട്ട് വരുന്നതാണെങ്കിൽ ഷിഫ്റ്റ് നിൽക്കുക, മിഡ് പോയിന്റിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഓൾട്ട് നിൽക്കുക. ഓക്കെ, മെസ്സേജ് ഒക്കെ അയച്ചാൽ എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ പറഞ്ഞേ. ഇനി നമ്മൾ സ്റ്റാർ ഒരെണ്ണമുണ്ട് പോളിഗൺസിന്. ഇപ്പം ഞാൻ ഇപ്പൊ പോളിഗൺ വരച്ചെന്ന് വെച്ചോ, ഇത് വരച്ചിട്ട് ഇതിന്റെ പോളിഗൺസ് കൂട്ടണമെങ്കിൽ മീൻസ് ഹെക്സഗണ്, പെന്റഗണ്, ഒക്ടഗൺ അങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ മേളിലോട്ടുള്ള ആരോ നോക്കിയാൽ മതി. മേളിലോട്ടുള്ള കീബോർഡിലെ മേളിലോട്ടുള്ള ആരോ നോക്കിയാൽ മതി. നമ്മൾ വരയ്ക്കൊണ്ടിരിക്കുമ്പോൾ വരച്ചിട്ട് അത് ലീവ് ചെയ്യല്ലേ, മീൻസ് മൗസിന് ഇത് ലീവ് ചെയ്യാതെ മുകളിലോട്ടും താഴോട്ടും ഉള്ള കീ നിൽക്കിയാൽ മതി കീബോർഡിനകത്ത്. അല്ലെങ്കിൽ ഈ പോർഷൻ കണ്ടോ, ഈ പോർഷൻ, ഈ രണ്ട് ഡോട്ട് ഒരുമിച്ച് വന്നേക്കുന്ന പോർഷൻ കണ്ടോ, ഈ രണ്ട് ഡോട്ട് ഒരുമിച്ച് വന്നേക്കുന്ന പോർഷന്റെ ഇങ്ങനെ കണ്ടോ, ഇത് കണ്ടോ, ഇത് ചെയ്യുവാണെങ്കിൽ ഇത് മേളിലോട്ട് ചെയ്താൽ കൂടിക്കൂടി വരും, താഴോട്ട് ചെയ്താൽ കുറഞ്ഞു വരും. അപ്പൊ ഈ രണ്ട് പോർഷൻ ഉള്ള എടുത്ത്, ഈ രണ്ടെണ്ണം ഉള്ള, വേറൊരു അടുത്ത് രണ്ടെണ്ണം ഇല്ല. അപ്പൊ ഈ രണ്ടെണ്ണം അടുപ്പിച്ചുള്ള എടുത്ത് നമുക്ക് ആരോ മാർക്ക് അവിടെ കൊണ്ട് വെക്കുമ്പം ഇങ്ങനെ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പൊ മേളിലോട്ട് ആക്കുമ്പോൾ പ്ലസ് ആയിക്കൊണ്ടിരിക്കും, സൈഡ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഒക്ടഗൺ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സൈഡ്സ്. താഴോട്ടാക്കുവാണെങ്കിൽ കുറഞ്ഞ് സ്ക്വയർ ആയി, റെക്ടാംഗിൾ ആയി, അങ്ങനെ റെക്ടാംഗിൾ, പെന്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ അങ്ങനെ ആക്കിയപ്പോ. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ സ്ക്വയർ വരയ്ക്കുക. സ്റ്റാർ താണ്ട് ഇങ്ങനെ വരയ്ക്കുക. റെഗുലർ സ്റ്റാർസിന് ഒരു കറക്റ്റ് ഷേപ്പിലുള്ള സ്റ്റാർ വരാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുക. എന്തായാലും ഒരു മിഡ് പോയിന്റ് വെച്ചിട്ട് ഒരു സ്റ്റാർ വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുക. ഞാനിപ്പോ സ്റ്റാറിന്റെ സൈസ് കൂട്ടണമെന്ന് വെച്ചോ, ഞാൻ ഇപ്പൊ സ്റ്റാറിന്റെ സൈസും കൂട്ടാൻ വേണ്ടി ഇത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമേജിനെ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് അപ്പ് നിൽക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാറിന്റെ സൈസ് കൂടും. ചെറുതാക്കി വെക്കുമ്പോൾ അശോകചക്രം, ചിലപ്പോ കൊറോണ വൈറസ് അങ്ങനെയൊക്കെ കാണാം, അങ്ങനെയൊക്കെ സങ്കല്പിക്കാം. ഇനി ഉണ്ടാക്കുന്ന പോകുന്നതൊക്കെ അതേപോലെയൊക്കെ വരത്തുള്ളൂ. കണ്ടോ, പറ്റില്ല, ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. ഇത് മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. റൊട്ടേഷൻ ടൂൾ മനസ്സിലായല്ലോ. റൊട്ടേഷൻ സ്കൂളിലെ സ്കെയിൽ ടൂൾ എന്ന് വെച്ചാൽ ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഇത് ലൈൻ സെഗ്മെന്റ്സ് ആണ്. ലൈൻ സെഗ്മെന്റ്സ് മീൻസ് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു ലൈൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ലൈൻസ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൈൻ ടൂള്. ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ദെൻ ഇതെന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ടൂളാണ്, റൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ആംഗിൾ ഒക്കെ കാണാൻ പറ്റുമോ, അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ഡിഗ്രിയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. 90 ഡിഗ്രി, 180 ഡിഗ്രി അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ സ്കെയിൽ ടൂൾ എന്ന് വെച്ചാൽ ഇതിനെ സ്കെയിൽ ചെയ്യുക, മീൻസ് ചെറുതാക്കുക, വലുതാക്കുക അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് സ്കെയിൽ ടൂൾ ചെയ്യുന്നത്. ഓക്കെ, സ്കെയിൽ ടൂൾ എന്ന് വെച്ചാൽ. പിന്നെ റിഫ്ലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാനാണ്. പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതിനാണ് റിഫ്ലക്ട് ടൂൾ.
ഷിയർ ടൂൾ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഒക്കെ കേട്ടില്ലേ? അതുപോലെ മീൻസ് ഇങ്ങനെ ഇങ്ങനെ അമർത്തത്തില്ലേ, ഒരു ബോക്സ് ഇങ്ങനെ അമർത്തുന്ന പോലെയൊക്കെ ആക്കാൻ, എന്താ അമരത്തെ, ഇങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഷിയർ ടൂൾ. ഓക്കെ, ഇന്ന് പറഞ്ഞാൽ ഇറേസർ ടൂളാണ്. ഇറേസർ ടൂൾ ഒക്കെ അറിയാമല്ലോ. ഇറേസർ ടൂൾ എന്ന് വെച്ചാൽ ഇറേസർ ടൂൾ ഈസ് യൂസ്ഡ് ഇറേസ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇറേസർ ടൂളും. ഇത് എന്താ കട്ടിംഗ് ടൂളും. എന്തോ ഇതൊരു ഗ്രേഡിയന്റ് ആണ്. ഇതുപോലെ ഇത് വരയ്ക്കുക. ഷേപ്പ് ബിൽഡർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഷേപ്പ് ബിൽഡർ ഇത് തന്നെ ഗ്രേഡിയൻ ടൂൾ ആണ്. മീൻസ് ഇപ്പൊ നമുക്ക് ഗ്രേഡിയൻസ്, ഞാൻ ഇവിടുന്ന് ഗ്രേഡിയന്റ് ഇങ്ങനെ ഒരു ഗ്രേഡിയന്റ് മനസ്സിലാവുമല്ലോ, മലയാളം എനിക്ക് പറ്റില്ല. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കളർ കൊടുക്കണമെങ്കിൽ ചേഞ്ച് ദ കളർ ഇൻ പ്രോപ്പർട്ടീസ് പോവുക, കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, വേറെ ഏത് കളർ വേണമെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് പോയിട്ട് കളർ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ മാറ്റാനാ. ഇപ്പം ഇവിടെ വരെ മതിയെങ്കിൽ ഇവിടെ വരെ, അങ്ങനെ റിഫ്ലക്ഷൻ മാറ്റാൻ വേണ്ടിയാണ് ഈ കീ യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ഈ കളറും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ദാണ്ട് ഈ വലിയ ഡോട്ടിലൊക്കെ നിൽക്കുക. എന്നിട്ട് കളറ് ഇവിടെ പ്രോപ്പർട്ടീസ് ഈ ഫില്ലിന്റെ അവിടെ പോയിട്ട് മാറ്റുക. കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കണേ ബ്ലാക്ക് ആക്കാം, റെഡ്, ഓക്കെ, വൈറ്റ് ആണ് മോസ്റ്റ് പ്രിഫർ. ഓക്കെ, എന്നിട്ട് ഇതിന്റെ അകത്ത് വേറെ കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു പ്ലസ് എന്ന് പറഞ്ഞ ഒരു സൈൻ വന്നതുണ്ടോ? പ്ലസ് എന്ന് പറഞ്ഞ സൈൻ വരിക. എന്നിട്ട് അവിടെ വേറെ കളേഴ്സ് ആഡ് ചെയ്യുക. വേറെ വല്ലതും കളർ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ വേറെ കളർ ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെയും പ്ലേസ് ചെയ്യുക. അതിനെയും പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് നീക്കുക, അങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഗ്രേഡിയന്റിലൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മനസ്സിലായി. ഇത് തന്നെ ഐഡ്രോപ്പർ ആണ്. ഐഡ്രോപ്പർ എന്ന് വെച്ചാല് നമ്മള് വരച്ചെന്ന് വെച്ചോ, ബ്ലാക്കും വരച്ച് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ കളർ മാറ്റുക. സിംഗിൾ ക്ലിക്ക് ചെയ്താൽ കേട്ടോ, ഇതിന്റെ കളർ മാറ്റുക. ഐഡ്രോപ്പർ എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു ഇത് സെലക്ട് ചെയ്യുക, ഒരു സ്ക്വയർ സെലക്ട് ചെയ്യുക. ഈ സ്ക്വയർ സെലക്ട് ചെയ്ത് ഇതിപ്പോ ബ്ലാക്ക് കളർ ആക്കണം. ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും രണ്ടെണ്ണത്തിനകത്തുനിന്ന് ഒരു കളർ ആക്കണമെന്ന് വെച്ചോ, ഐഡ്രോപ്പർ സെലക്ട് ചെയ്യുക, ബ്ലാക്കിനകത്ത് കൊണ്ടിടുക, അപ്പൊ ബ്ലാക്ക് കളർ ആവും. ഇപ്പം ഈ ഇവിടെ ഞാൻ വയലറ്റ് കളർ ആക്കണമെന്ന് വെച്ചോ, ഈ വയലറ്റ് തന്നെ അവിടെ വരണമെന്ന് വെച്ചോ, അപ്പൊ ഈ വയലറ്റിൽ കൊണ്ട് നിൽക്കുക. പിന്നെ വേറെ ടൂൾ സെലക്ട് ചെയ്യുക, വി നിൽക്കുക, ഈ സ്ക്വയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഐഡ്രോപ്പറിന്റെ അടുത്ത് പോവുക. ഇപ്പൊ ഈ റെക്ടാങ്കിളിന്റെ അവിടെ എനിക്ക് ഈ കറക്റ്റ് ബ്ലൂ വരണമെന്ന് വെച്ചോ, ഈ ബ്ലൂ തന്നെ വരണമെന്ന് വെച്ചോ. ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ബ്ലൂ കിട്ടിയില്ലെന്ന് വരും. അപ്പൊ ഈ ബ്ലൂ തന്നെ വരണമെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഐഡ്രോപ്പർ വെക്കുക, അപ്പം കളർ മാറുക. ഓക്കെ, ആണ് ഐഡ്രോപ്പറിന്റെ ഉപയോഗം. ഈ നിൽക്കുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഐഡ്രോപ്പർ വിത്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡ് ടൂൾ നോക്കിയോ. ബ്ലെൻഡ് ടൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഇമേജസ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ഞാനിപ്പം ഒരു റെക്ടാങ്കിൾ വരച്ച്, ആൻഡ് ഇവിടെ വെച്ചിട്ട് വേറൊരു റെക്ടാങ്കിൾ വരച്ച്, ഇതിന്റെ കളർ ഞാൻ മാറ്റിയിട്ട് ഇപ്പം ബ്ലാക്ക് കൊടുത്തെന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ ബ്ലെൻഡ് ടൂൾ അപ്ലൈ ചെയ്യാണ്. ബ്ലെൻഡ് ടൂൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടോ, ഇപ്പൊ ബ്ലെൻഡ് ആയതുകൊണ്ടോ, ആ രണ്ട് കളറും കൂടെ ബ്ലെൻഡ് ആയി. മീൻസ് അവിടെ പോയിട്ട് ആ എണ്ണം ഉള്ള എടുത്ത് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെക്കാൻ ഇങ്ങനെ അതൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യും, ഫുള്ളായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായല്ലോ.
മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതെന്ന് പറഞ്ഞാൽ ആർട്ട് ബോർഡിന്റെ സൈസ് മാറ്റാനാണ്. ആർട്ട് ബോർഡിന്റെ സൈസ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത്. ആർട്ട് ബോർഡ് ചെറുതാക്കിയോ വലുതാക്കിയോ അതൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത്. ഇതെന്ന് പറഞ്ഞാൽ സൂം ഇൻ സൂം ഔട്ട്. ഓക്കെ, സൂം ഇൻ ആൻഡ് ദെൻ അതിന് സൂം ഔട്ട് ചെയ്യാൻ ഓൾട്ട് നിൽക്കുക. സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു ഇമേജ് എടുത്തിട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ഓക്കെ, ക്ലിപ്പിംഗ് മാസ്ക് മീൻസ് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതിപ്പോ ആരെടുക്കാം? ശ്രീരാമനെടുക്കാം. മുന്നെടുക്കുക, ഇങ്ങോട്ട് വരിക, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, വെക്കുക. എനിക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യമേ നമ്മൾ എന്താന്ന് വെച്ചാൽ ലെയർ 1 എടുക്കണം. ഇതിൻ്റെ അകത്ത് ആദ്യമേ ലെയർ 1 എടുക്കണം. എന്നിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണ് നമുക്ക് അവന്റെ ഫ്രെയിം, അവന്റെ ഇമേജ് ഏത് ഷേപ്പിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് വരയ്ക്കുക. ഞാനിപ്പം സർക്കിളിനകത്താ വെക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ ഞാൻ ആദ്യമേ ഒരു സർക്കിൾ വരയ്ക്കും. സർക്കിൾ വരയ്ക്കണമെങ്കിൽ കറക്റ്റ് സർക്കിൾ ആയിട്ട് വരണമെങ്കിൽ ഞാൻ ഷിഫ്റ്റ് വഴി നോക്കിയിട്ട് ആ ലിപ്സിന്റെ അവിടെ പോയിട്ട് വരച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഇതിന് ഫില്ലിങ് നണ്ണ് കൊടുത്തിട്ട് സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എഡ്ജ് ആണ് കേട്ടോ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എഡ്ജ് ആണ്. എഡ്ജിൽ ബൗണ്ടറീസ് കൊടുക്കുന്നതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവന് ഞാൻ സ്ട്രോക്ക് കൊടുത്ത് എന്നിട്ട് ഞാൻ ലെയർ 2 സെലക്ട് ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത്. ഓക്കെ, കറക്റ്റ് ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ തേർഡ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതേപോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാന്ന് വെച്ചോ. ഷിഫ്റ്റ് നോക്കി കറക്റ്റ് സർക്കിൾ വരച്ച്. ഓക്കെ, കറക്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇമേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഏതാണ്ട് അവിടെയൊക്കെ തന്നെ. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ദെൻ ഇവിടെ എന്നിട്ട് ഇതിനെ ഫില്ല് ചെയ്തേക്കുക. ഇതിനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്തേക്കുക. ഇതിനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഫില്ല് ചെയ്ത് ലേയേഴ്സ് ഒക്കെ മനസ്സിലായില്ല. ആദ്യത്തെ ലേയേഴ്സിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഷിഫ്റ്റ് നോക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതിനെ ഫില്ല് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് മാത്രം കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് മീൻസ് ഒരു ബൗണ്ടറി മാത്രം കൊടുത്താൽ മതി. ഒരു ബ്ലാക്ക് ബൗണ്ടറി കൊടുത്തിട്ട് അതിനെ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഫയൽസിൽ പോയിട്ട് ഒരു ഇമേജ് എടുത്തുകൊണ്ട് വന്നു. ഒരു ഇമേജ് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് അത് ലെയർ 2ന്റെ അകത്ത് ഞാൻ പേസ്റ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ ലെയർ 3ക്കകത്ത് ഞാനൊരു സർക്കിൾ ഉണ്ടാക്കി. അത് ഫില്ല് ചെയ്തിട്ടുള്ള സർക്കിൾ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഈ സെലക്ട് ഓപ്ഷനിൽ പോയിട്ട് സെലക്ട് ഓൾ നെക്കിയപ്പോൾ ഇതെല്ലാം സെലക്ട് ആയി. ഇതെല്ലാം സെലക്ട് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റിൽ പോവുക. ഒബ്ജക്റ്റിൽ പോയിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ഉണ്ടോ? ഒബ്ജക്റ്റിൽ പോയിട്ട് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിപ്പിംഗ് മാസ്കിൽ നിൽക്കുമ്പോൾ മേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ മേക്ക് ചെയ്യുക. അപ്പൊ കണ്ടോ കറക്റ്റ് അവന്റെ ഇമേജ് ആ സർക്കിളിന്റെ അകത്ത് തന്നെ വന്ന് കറക്റ്റ്. ഞാൻ ഇപ്പൊ ഏത് ഷേപ്പ് പ്രിഫർ ചെയ്താലും അതിൻ്റെ അകത്ത് തന്നെ കറക്റ്റ് അവന്റെ ഇമേജ് അങ്ങനെ വന്ന്. അതാണ് ഇത്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് വേറെ എന്ന് വെച്ചാൽ ഇപ്പം ഇവന്റെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ വെച്ചാൽ നമുക്ക് വലുതാക്കാൻ ചെറുതാക്കിയും ചെയ്യാം. പിന്നെ ഈ പെൻ ടൂൾ ഉണ്ടോ? പെൻ ടൂൾ വെച്ചിട്ട് എനിക്ക് ഇവനെ വേണമെങ്കിൽ പെൻ ടൂളിന്റെ ഫില്ലൊക്കെ മാറ്റുക. ഫില്ലിങ്സും ബൗണ്ടറി ലൈൻസും എല്ലാം മാറ്റിയിട്ട് നള്ളാക്കുക. നോ പെൻ ടൂൾ നോ ഫില്ലിങ്സും ആക്കുക. എന്നിട്ട് ഇവന്റെ ഓരോ മാർക്ക് ഇങ്ങനെ കറക്റ്റ് സൂം ചെയ്തിട്ട് കറക്റ്റ് നല്ലപോലെ ചെയ്താലേ നല്ലപോലെ എഡ്ജൊക്കെ ഷാർപ്പായിട്ട് വരത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഇവന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളയുന്നതെന്ന്. മൂക്കിന് തീർത്ത് സോറി. ഇങ്ങനെ വെച്ചോ. ഓക്കെ, വെച്ചിട്ട് എസ്കേപ്പ് വെക്കുക. എന്നിട്ട് ഇനി സെലക്ട് ഓൾ നിൽക്കുക. എന്നിട്ട് ഒബ്ജക്റ്റ് എടുക്കുക, ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുക. അപ്പോൾ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയി. ബാക്ക്ഗ്രൗണ്ട് നല്ല കറക്റ്റ് ആയിട്ട് ചെയ്താല് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കറക്റ്റ് പോയതുപോലെ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇമേജസ് ഒക്കെ സെറ്റ് ആക്കുന്നത്.
ഇതാണ് അഡോബ് ഇലസ്ട്രേറ്ററിന്റെ അകത്ത് ഇതൊക്കെയാണ്. ഇനിയിപ്പം പോസ്റ്റർ ഉണ്ടാക്കാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഒരു റെക്ടാങ്കിൾ ചൂസ് ചെയ്യുന്ന വെച്ചോ. ആൻഡ് ദെൻ ഞാൻ ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ ഒരു റെക്ടാങ്കിൾ വരച്ചു. എന്നിട്ട് അതിന്റെ ഫില്ലിങ്സ് കൊടുത്തു, ഒരു വയലറ്റ് ഫില്ലിങ്സ് കൊടുത്തു. ആൻഡ് ദെൻ ഞാനൊരു ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ടോ അല്ല, ഇതിന്റെ അകത്തുള്ള ഓറഞ്ച് ഡോട്ട് പോകണം. ഡോട്ട് പോയാലേ ഒറ്റയ്ക്ക് ഒരു സൈഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് ഒരു സൈഡ് എടുത്തിട്ട് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ. എന്നിട്ട് അവിടെ നിൽക്കി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചരിച്ചൊക്കെ ആക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ആക്കിന്ന് വെച്ചോ. ഇതിപ്പോ ബാക്ക്ഗ്രൗണ്ട് ആക്കിന്ന് വെച്ചോ. കറക്റ്റ് ആർട്ട് ബോർഡിന്റെ അകത്ത് ഫിക്സ് ആവണേ. താഴെ ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വെച്ചെന്ന് വെച്ചോളി. ഷേപ്പ് വെച്ച് എന്നിട്ട് ഞാൻ ഇവിടെ ലോഗോസ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വെച്ചു. ആ ലോഗോസ് ഒക്കെ നമ്മുടെ IEEE ടെലഗ്രാമിലൊക്കെ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മോഡിഫൈ ചെയ്താൽ മതി. അപ്പം ഇതിന്റെ അകത്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് ഒരു ബാക്ക്ഗ്രൗണ്ട് PNG പോലത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. ഇപ്പൊ ലോഗോസ് ഒക്കെ അതിന്റെ അകത്ത് എടുത്ത് പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ടൈപ്പ് ചെയ്യുക. മീൻസ് എന്തെങ്കിലും ഇപ്പം പ്രോപ്പർട്ടീസ് എടുക്കുക. ഞാൻ ഫോണ്ട് സെഞ്ചുറി ഗോത്തിക്ക് വെക്കുക. എന്നിട്ട് ഇപ്പം ബോൾഡ് വേണോ ഇറ്റാലിക്സ് വേണോ സെലക്ട് ചെയ്യുക. സൈസ് സെലക്ട് ചെയ്യുക. സ്പേസിങ് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സ്പേസിങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. പോസ്റ്റർ ഡിസൈനിങ് വെച്ചോ. വലിയ സംഭവത്തിന് ആവശ്യമില്ല. കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റുക. ഇഫ് യു വാണ്ട് ഏതെങ്കിലും കളർ ആണെങ്കിൽ കളർ മാറ്റുക. എന്നിട്ട് വലിയതാക്കി എഴുതാണെങ്കിൽ ദെൻ നെക്സ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇതാണ് മെയിൻ ഹെഡിങ് ആയിട്ട് വരുന്നത് വെച്ചോ. സോറി, ഇവിടെ പോസ്റ്റർ ഡിസൈനിങ് വരുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ സൈസ് കൂട്ടുക. ഫോണിന്റെ സൈസ് ഇങ്ങനെ കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സ്ഥലത്ത് വരെ വരത്തുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യമില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഇത് ബോൾഡ് വേണ്ട, ഞാൻ റെഗുലർ ആക്കി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്ത. ഇത് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഞാൻ മുമ്പേ ക്ലിപ്പിംഗ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് കണ്ടില്ലേ, അതേപോലെ ഒരു ഫോട്ടോ വേറൊരു ഇതുണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് അത് ചെയ്തിട്ട് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി ചെയ്യാൻ Ctrl+C നിൽക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യാൻ Ctrl+V നിൽക്കുക. അത് പോയാ എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആളുടെ പേര് പിന്നെ ലോഗോസ് ഒക്കെ പ്ലേസ് ചെയ്യുക. ഒരു പോസ്റ്റർ പോലെ ആവും. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതല്ലാതെ വെക്ടേഴ്സ് ആയിട്ട് കിട്ടാറുണ്ട്. ഗൂഗിളിൻ്റെ അകത്ത് വെക്ടേഴ്സ് ആയിട്ട് ഇടാം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം.
ഇത് പിന്നെ സേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫയൽ എടുക്കുക, സേവ് ചെയ്യുക, പേരിടുക, എന്തെങ്കിലും പേരിടുക, എന്താ പേരിടുക. അഡോബ് ഇലസ്ട്രേറ്റർ ഫോമിൽ ഇത് ഏത് ടൈപ്പിലാണ് സേവ് ചെയ്യേണ്ടതെന്ന്, AI ഫോമിലാണോ, PDF, അഡോബ്, SVG ഇങ്ങനത്തെ ഒക്കെ ഫോമിൽ ഏത് ഫോമിലാ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കാണിക്കുന്നത്. ഞാൻ അഡോബ് ഇലസ്ട്രേറ്ററിൽ സേവ് ചെയ്ത് വെക്കുക, ഓക്കെ നിൽക്കുക. അപ്പം ഇങ്ങനെ സേവ് ആയിട്ടുണ്ട്, സേവിങ് കാണിച്ച് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം അവിടെ സേവ് ആയിട്ടുണ്ട്. ഇതാണ് അഡോബ് ഇലസ്ട്രേറ്ററിൻ്റെ അകത്തൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇനി എത്ര മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഹലോ, ആരില്ലേ? ഹലോ, അതെ കേൾക്കാം. ഓക്കെ ഓക്കെ. ദെൻ ഇനി ഞാൻ PS പോവാം, ഫോട്ടോഷോപ്പിലേക്ക്. ഇതാണ് ഫോട്ടോഷോപ്പ്, അഡോബ് ഫോട്ടോഷോപ്പ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് അതേപോലെയൊക്കെ തന്നെയാണ്. ഒരു ആർട്ട് ബോർഡ് ഫിക്സ് ചെയ്യുക, ഇത് ക്രിയേറ്റ് ന്യൂ ചെയ്യുക. ഇപ്പൊ ഇത് റീസെൻസ്, സേവ്ഡ്, ഫോട്ടോ, പ്രിന്റ്, അഡോബ് ഇലസ്ട്രേഷൻ, വെബ്, മൊബൈൽ, ഫിലിം. ഓക്കെ, റീസെന്റ് എടുത്ത് ഞാൻ ഇതിപ്പം ഇത് എടുത്ത് ഓറിയന്റേഷൻ എടുത്ത് വിഡ്ത്ത്, ഹൈറ്റ്, പിക്സൽസ് വേണമെങ്കിൽ പിക്സൽസ്, RGB കളർ മോഡ്, കസ്റ്റമൈസ് ഒക്കെ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ക്രിയേറ്റ് നോക്കി, ക്രിയേറ്റ് ആയി. ഇപ്പം ഇതാണ് നമ്മുടെ ആർട്ട് ബോർഡ്. ഇതുപോലെ മുമ്പേ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇത് ആർട്ട് ബോർഡ്, ടൂൾസ്, ഇതതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ മൂവ് ടൂൾ ആണ്. മൂവ് ടൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സെലക്ഷൻ ടൂൾ ഇല്ലായിരുന്നു, മറ്റേ അകത്ത് സെലക്ഷൻ ടൂൾ പോലെയാണ് ഇതിൻ്റെ അകത്ത് മൂവ് ടൂൾ. ഇതാണ് റെക്ടാംഗിൾ ടൂൾസ്. അപ്പൊ അത് റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക, ആൻഡ് ദെൻ അതിന്റെ ഡയമെൻഷൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ഞാൻ നള്ളാക്കി. എന്നിട്ട് ഇവിടെ ഞാൻ ഇപ്പം ഒരു ബ്ലാക്ക് ഫില്ല് ചെയ്ത്, ഓക്കെ, ആൻഡ് ദെൻ സെലക്ഷൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. മീൻസ് എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും മൂവ് ടൂൾ വെച്ച്. മൂവ് ടൂളിന്റെ ഷോർട്ട് കീ എന്ന് പറഞ്ഞാൽ V ആണ്. ജസ്റ്റ് അതിന്റെ മേളിൽ മൗസ് ഒന്ന് വെച്ചാൽ തന്നെ അത് എന്താ യൂസ് ചെയ്യുന്നത്, അതിന്റെ യൂസ് എന്താണെന്ന് മനസ്സിലാവും. മൂവ് ടൂള് V, അതിന്റെ ഷോർട്ട് ഫോം അതിന്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മാർക്ക് ടൂൾ ആണ്. ഞാൻ ഇത് കറക്റ്റ് ഒരു സ്ക്വയറിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ അല്ല റെക്ടാംഗിൾ ഷേപ്പിൽ ഞാൻ ഇവിടെ ഒരു ഹോള് വരുത്തുന്ന വെച്ചോ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്ന ഇതാണ് ലെയേഴ്സ് കേട്ടോ. മറ്റേതിൻ്റെ അകത്ത് പോലെ ലെയേഴ്സ് ഇതാണ് കേട്ടോ, ഇതിൻ്റെ അകത്താണ് ലെയേഴ്സ്. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഇത് ഫിക്സ് നെക്കിയിട്ട് അതിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം റാസ്റ്ററൈസ് ലെയർ എന്ന് കാണും. റാസ്റ്ററൈസ് ലെയർ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പൊ റാസ്റ്ററൈസ് ആ സാധനം നിൽക്കുക, എന്നിട്ട് ഡിലീറ്റ് നിൽക്കുക. ഡിലീറ്റ് നിൽക്കിയാൽ അത് പോകും. ഓക്കെ, നമുക്ക് വേണ്ടാത്ത സാധനം അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. പിന്നെ ഇപ്പൊ അതിൻ്റെ അകത്ത് തന്നെ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉണ്ട്. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർക്കിൾ ആണെങ്കിൽ സർക്കിളോ, ഇത് സർക്കിൾ ആണെങ്കിൽ സർക്കിള്, അല്ലെങ്കിൽ എലിപ്സ് അങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതും നിൽക്കുക, റാസ്റ്ററൈസ് ലെയർ നിൽക്കുക, എന്നിട്ട് ഡിലീറ്റ് നിൽക്കുക, അത് പോകും. ഓക്കെ, ഇതിനകത്ത് അണ്ടോ നിൽക്കാൻ വേണ്ടി, അണ്ടോ റിവേർട്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ Z നിൽക്കാൻ മതി കേട്ടോ. പിന്നെ ഇതും അതേപോലെ തന്നെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ലാസോ ടൂൾ ആണ്. ലാസോ ടൂൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഷേപ്പ് ഒന്നും ഇല്ലാതെ കട്ട് ചെയ്യണമെന്ന് വെച്ചോ, ഇതിനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ റെക്ടാംഗിൾ പോവുക, റാസ്റ്ററൈസ് ലെയർ, ദെൻ ഡിലീറ്റ്. ഓക്കെ, ഇതാ അതിന്റെ ഉപയോഗം. ഓക്കെ, ലാഗ് അടിപ്പിക്കുന്നില്ല. പിന്നെ പോളിഗണൽ ലാസോ ടൂൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു പോളിഗൺ, ഏതെങ്കിലും ഒരു പോളിഗണിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യണമെന്ന് വെച്ചോ, കറക്റ്റ് സ്ട്രേറ്റ് ലൈൻസ് ജോയിൻ ചെയ്ത് പോവുക. ഇവിടെ പോയിട്ട് ഫോൾഡർ സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ റാസ്റ്ററൈസ് ലെയർ എന്ന് കാണും. റാസ്റ്ററൈസ് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആക്കിയാൽ മതി, അപ്പൊ അതും പൊക്കോളും. ഓക്കെ,
ഓക്കെ ഓക്കെ വെയിറ്റ്, ഞാൻ പോസ്റ്റ് ഇത് കാണിച്ചു തരാം. ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ, ലാഗ് അടിക്കുന്നെങ്കിൽ സോറി, വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒരു ഇമേജ് കാണിച്ചു തരാം, ഒരു ഇമേജ് എടുത്ത് കാണിച്ചു തരാം. വെയിറ്റ്, ലാഗ് അടിക്കുന്നുണ്ടല്ലേ, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്യാം. ഞാൻ വേറൊരു ഫോൾഡർ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പൊ ഒരു ഇമേജ് എടുക്കുക, ജസ്റ്റ് ഒരു ഇമേജ് എടുക്കുക. ഇതിനകത്ത് ക്ലിപ്പിംഗ് മാസ്ക് ഒക്കെ കാണിച്ചു തരാവേ. ഇത് ഇപ്പം ഇത് ഐഡ്രോ, ഇത് വിസിബിൾ ആക്കണോ വിസിബിൾ ആക്കണ്ടോ എന്ന് കാണിക്കുന്നതാണ് ഈ സാധനം കേട്ടോ, ഈ ഐ പോലെ ഇരിക്കുന്ന സാധനം. ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ലേയേഴ്സ് ഒക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലേയേഴ്സ് ഒന്നും നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടല്ലോ. ഇത് ചെയ്യുക, ഒരു പിക്ചർ എടുക്കുക, ആൻഡ് ദെൻ ഹാഫീസിന്റെ പിക്ചർ എടുക്കുക. ഹാഫീസിന്റെ പിക്ചർ എടുത്ത് ദെൻ ഇത് റീസൈസ് ചെയ്യുക. മീൻസ് സൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക. ഇതിപ്പോ നമ്മൾ റീസൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ മാറ്റിയെന്ന് വെച്ചോ, മാറ്റിയെന്ന് വെച്ചാൽ പിന്നെ ഇതിനെ ഒന്നുകൂടെ റീസൈസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ടി നിൽക്കിയാൽ മതി. കൺട്രോൾ ടി നിൽക്കിയാൽ പിന്നെ റീസൈസ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ വരും. അപ്പൊ ഇവന്റെ പിക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ അകത്താണ് ഈ ഇത് വരുന്നത്, ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ എന്ന് വെച്ചാൽ. ഇത് ഒബ്ജക്ട് സെലക്ട് ചെയ്താൽ മീൻസ് ഇതിന്റെ ഒരു പോർഷൻ സെലക്ട് ചെയ്തെന്ന് വെച്ചോ. ഇത്രയും പോർഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അവൻ അത്രയും ഉള്ളതിന്റെ അകത്തുനിന്ന് അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് മാറി കിട്ടും. വെയിറ്റ്, ലോഡ് ആവുന്നുണ്ട്. അതെ, ഇത്രയും മാറി കിട്ടിയെന്ന്. എന്നിട്ട് ഇതിന്റെ അകത്ത് എന്നിട്ട് മൂവ് ടൂൾ എടുക്കുക. പോർഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ പോർഷൻ സെലക്ട് ചെയ്തിട്ട് അത് മൂവ് ടൂൾ എടുത്തിട്ട് അവന് സോറി ഇങ്ങനെ ഇതെടുത്ത് മാറ്റി വെക്കുക. ഇതെടുത്ത് മാറ്റാൻ പറ്റും. മാറ്റിയിട്ട് നെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഈ ലെയർ കോപ്പി ചെയ്യുക. ഈ ലെയർ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ഈ ലെയർ ഞാൻ നോൺ വിസിബിൾ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പിന്നെന്താ, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ. ഇത് ഇറേസർ ടൂളാണ്. ഇതെന്ന് പറഞ്ഞാൽ ക്രോപ്പ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം വെച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഐ ഡ്രോപ്പർ മറ്റേ അടുത്ത് പോലെ തന്നെ. ഹീലിങ്സ്, പെയിന്റിങ് ബ്രഷ് ആണ്. ഇത് ഗ്രേഡിയൻ ടൂൾ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബ്ലറൊക്കെ ആക്കാം. ഇവന്റെ ഇമേജിൻ്റെ അകത്ത് ഇവിടെ ബ്ലർ ആക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി, ബ്ലർ ചെയ്യാൻ. പിന്നെ ഷാർപ്പൻ ചെയ്യാൻ ഏതെങ്കിലും ഇപ്പൊ ബ്രഷ് ചെയ്യാന്ന് വെച്ചു. ഇവൻ പെയിന്റ് ബ്രഷ് ചെയ്ത് പലൊക്കെ വെളുത്ത് കണ്ടോ, എന്താണ് ഓഫീസ് ഇങ്ങനെയൊക്കെ ബ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സ്മഡ്ജ് ടൂൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ്സ് വരയ്ക്കുന്നത്, ഡ്രോയിങ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കൈവച്ച് ഇങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് അതിന്റെ ഷാഡോസ് ഒക്കെ വരത്തില്ലേ, അതിനാണ് സ്മഡ്ജ് ടൂൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ബ്രഷ് ആണ്. മീൻസ് എന്താ, ഏതെങ്കിലും ഒരു കളർ ഫിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ കണ്ടോ, ഇതൊക്കെ ബ്രഷാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സൂമിന്, ഇതെന്ന് പറഞ്ഞാൽ ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റ് നമ്മൾ സ്പേസ് ബാർ നോക്കിയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്താൽ മതി. പിന്നെ ടെക്സ്റ്റ് ഒക്കെ അറിയാമല്ലോ, വെർട്ടിക്കൽ ടെക്സ്റ്റ്. ഇത് പാത്ത് സെലക്ഷൻ മറ്റേപോലെ തന്നെ ചെയ്യുന്നതാണ്. വെയിറ്റ് കാണിച്ചിട്ടേ, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന പോലെ കാണിച്ചിട്ടേ ഞാൻ. ഓക്കെ, ദെൻ ആദ്യം ഒരു റെക്ടാങ്കിൾ ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഒരു റെക്ടാങ്കിൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനൊരു കളർ ഇടുക, വയലറ്റ് കളർ ഇടുക. എനിക്ക് ദെൻ സെലക്ട് ചെയ്യുക മീൻസ് ഇതിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഓരോ മേലോട്ട് ഫിക്സ് ചെയ്ത് ദെൻ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു ഇത് കാണിച്ചു തരാം. ഇതൊക്കെ സൈസ് എങ്ങനെയാണ് വരുത്തുന്നത്.
അറിയാമല്ലോ, ഇത് സി എ ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് ഞാൻ ഈ ലെയേഴ്സ്, ഈ IEEE ലോഗോ ഒക്കെ ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് അടിക്കാൻ പോകും. ഓക്കെ, അപ്പൊ ആദ്യമേ IEEE ലെയറിന് ഞാൻ പേരിട്ടേക്കുന്ന ലെയർ 1 എന്നാന്ന് തോന്നുന്നു, ലെയർ 2 ആണെന്ന് തോന്നുന്നു. ഇത് ഏതാ ലെയറിന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന്, ഇങ്ങനത്തെ ഒരു ലെയർ ഇല്ല. ഓക്കെ, IEEE+ ടെസ്റ്റിന്റെ ലോഗോ എടുക്കുക, Ctrl+C എടുക്കുക, കോപ്പി ആയിട്ടുണ്ട്, ഇപ്പുറത്ത് വരിക, Ctrl+V നിൽക്കുക, പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതുകൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അങ്ങനെ തന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് പ്ലേസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ചെയ്യാറുള്ളത്. എന്നിട്ട് എന്താ, ലെയർ 3 ആണ് IEEE ലോഗോ എടുക്കുക, ലോഗോ എടുക്കുക, കോപ്പി ചെയ്യുക, പുറത്തുനിന്ന് ഇടുക, പേസ്റ്റ് ചെയ്യുക. കറക്റ്റ് നോക്കണേ, ഇത് നോക്കണം, കറക്റ്റ് അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ കറക്റ്റ് ആണോ നോക്കണം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. IEEE ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞേ. നോക്കുക, ഇതെടുക്കുക, കോപ്പി ചെയ്യുക, നോട്ട് ചെയ്യുക, ഇങ്ങോട്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ കൊണ്ടുപോയി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ലൈൻസ് ഒക്കെ വന്നപ്പോൾ കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. ആൻഡ് ദെൻ ഇങ്ങനത്തെ സാധനം ചെയ്തത് ഇങ്ങനത്തെ കർവ് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യമേ നമ്മളൊരു റെക്ടാങ്കിൾസ് ചൂസ് ചെയ്യാം. മീൻസ് ഞാൻ ഒരു റെക്ടാങ്കിൾ ചൂസ് ചെയ്ത്, മീൻസ് ഒരു ഇത്രയുള്ള ഒരു റെക്ടാങ്കിൾ ചൂസ് ചെയ്ത്, ദെൻ അതിന് കളർ ഞാനിപ്പം ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് വരത്തില്ല, ഈ കളർ കൊടുത്തെന്ന് വെച്ചോ. ഇതിപ്പം ലെയറിന്റെ ഉപകാരം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങോട്ട് നീക്കി വെക്കുക, കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ലെയേഴ്സ് ഒക്കെ മേളിലേക്ക് ആക്കുക. ഈ ലെയർ പിടിച്ച് മേളിലേക്ക് ആക്കുക, ഈ ലെയർ പിടിച്ച് മേളിലേക്ക് ആക്കുക. പിന്നെ ഏതായിരുന്നു പെസ്റ്റിന്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നു, ആ ലെയറും പിടിച്ച് ഈ റെക്ടാങ്കിളിന്റെ മേളിലേക്ക് ആക്കുക. അപ്പൊ അതിന്റെ മേളിലേക്ക് ആക്കി. ഇനി ഇതിന്റെ അകത്ത് മോഡിഫിക്കേഷൻ വരുത്തുന്നത് വെച്ചാൽ, ഈ റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ എഡ്ജസ് മാറ്റുന്നതാണ്. ഇതിന്റെ എഡ്ജസ് കർവിങ്സ് വരാൻ വേണ്ടിയുള്ള പിക്സൽസ് ആണ് കാണിച്ചേക്കുന്നത്. ഇപ്പം ഇതെന്ന് പറഞ്ഞ ഇത് വെച്ചേക്കുന്നതുകൊണ്ട് 4 സൈഡ് ഒരേ റേഷ്യോയിൽ കർവായി പോകും. ഇപ്പൊ കണ്ടോ, ഞാനിപ്പോ ഇതിനകത്ത് 45 എന്ന് വെച്ചാല് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, കറക്റ്റ് എല്ലായിടത്തും 45-നാവും. പക്ഷെ ഇത് ഒഴിവാക്കിയാല് ഞാൻ ഇവിടെ 0 ആക്കി, ഇവിടെ 0 ആക്കി, എന്നിട്ട് താഴെ മാത്രം ചെയ്തു. താഴെ മാത്രം എനിക്കിപ്പം 450 എന്ന് വെച്ചോ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇങ്ങനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് ഇങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ ഇതിനകത്ത് ആ ടൂളിൻ്റെ അകത്ത് തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വരും. ബെവൽ എന്ന് പറഞ്ഞാൽ പൊന്തിയിരിക്കുന്ന പോലെ, പൊന്തി മീൻസ് ഒരു കട്ടിങ്സ് പോലെ വന്നിരിക്കുന്നുണ്ടോ, കൗണ്ടർ അങ്ങനെ തന്നെ. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബെവൽസിന്റെ. പിന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബൗണ്ടറീസ് വരാൻ, ഇന്നർ ഷാഡോന്റെ കളറൊക്കെ, ഇന്നർ ഷാഡോന്റെ ഡിസ്റ്റൻസ്, ചോക്ക് സൈസ് ഒക്കെ മാറ്റാൻ പറ്റും. ഇന്നർ ഗ്ലോ, സാൻഡിങ് അങ്ങനത്തെ ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ടർ ഗ്ലോ, ഡ്രോപ്പ് ഷാഡോ അങ്ങനത്തെ ഒക്കെ കുറെ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ കളറും പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാം. വൈറ്റ് കളർ തന്നെ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്യുക. മീൻസ് നമുക്കിപ്പോൾ എഴുതാനുള്ളത് അതിന്റെ ടൂൾസ് ഒക്കെ മേളിലാണ്. ഇതിന്റെ ടെക്സ്റ്റിന്റെ ടൂൾസ് ഒക്കെ മേളിലാണ് കിടക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് സെഞ്ചുറി ഗോത്തിക്ക് സെലക്ട് ചെയ്ത്, ടെക്സ്റ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര 36 അല്ലെങ്കിൽ 48 അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത്, എന്നിട്ട് എന്താന്ന് വെച്ചാൽ അടിക്കുക, അടിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പം കറക്റ്റ് അങ്ങനെ കിട്ടും. ഓക്കെ,
ദെൻ ഇത് കളർ മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കളർ മാറ്റിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് പ്ലേസ് ചെയ്യണമെങ്കിൽ മൂവ് ടൂൾ ചെയ്യുക, എന്നിട്ട് പ്ലേസ് ചെയ്യുക, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് വേറൊരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം കേട്ടോ. പോസ്റ്ററിന്റെ ഒക്കെ പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മറ്റേപോലെ ഓരോ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മുമ്പേ കിട്ടിയ പോലെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്തും ഒരു ഇമേജ് അവന്റെ വേറൊരു കാർഡ്ബോർഡിന്റെ അകത്ത് ഞാൻ ഇതിന്റെ അകത്ത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത പോലെ അപ്പുറത്തുനിന്ന് എടുക്കുക, എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഇമേജും വരും. എന്നിട്ട് ഡേറ്റും സൈൻ്റെ ഐക്കൺസ് ഒക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ്സിൽ പോയിട്ട് ഡേറ്റും ഒക്കെ ഐക്കൺസ് ഒക്കെ കാണും. കലണ്ടർ ഐക്കൺ ഉണ്ടോ? ഇത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് സേവ് ചെയ്താൽ മതി. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് സേവ് ചെയ്താൽ മതി. ഇപ്പൊ ഇതിപ്പം ബ്ലാക്ക് കളർ ആണ്. ബ്ലാക്ക് കളർ ആണെങ്കിൽ ഞാൻ ഇതിനിപ്പം എനിക്ക് വൈറ്റ് കളർ ആക്കണമെന്ന് വെച്ചോ. വൈറ്റ് കളർ ആക്കണമെങ്കിൽ കളർ ഓവർലേ ചെയ്താൽ മതി. കളർ ഓവർലേ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ആക്കാം. റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം, വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കാം. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഞാൻ വൈറ്റ് ആക്കി വെച്ചേനെ. ഓക്കെ, ആക്കി മനസ്സിലായി. ഓക്കെ, എന്നിട്ട് ഓക്കെ നിൽക്കുക. എന്നിട്ട് ഇതിനെ റീസൈസ് ചെയ്യണമെങ്കിൽ Ctrl+T നിൽക്കുക, എന്നിട്ട് റീസൈസ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഷേപ്പിലാക്കുക. എന്നിട്ട് അതിന്റെ ടൈം എഴുതുക. അതേപോലെ തന്നെ ഒരു കലണ്ടർ വരും, അതങ്ങനെ സേവ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പൊ പോസ്റ്റർ ചെയ്യുന്നതിന്റെ ബേസിക്സ്. ഇതൊക്കെയാണ് ഉള്ളത്. ഇതും സേവ് ചെയ്യുന്നത് ഫയൽ എടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, പ്ലീസ് സേവ് ഓൺ യുവർ കമ്പ്യൂട്ടറോ സേവ് ഓൺ യുവർ ക്ലൗഡോ എന്താണെന്ന് വെച്ച് ചെയ്യുക.
ഹലോ, സോറി, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്പിനകത്ത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതുവരെ. ഞാൻ എപ്പോഴാ പോയത്? ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഇപ്പം പോയിട്ടുള്ളൂ. ഇപ്പം പോയതേ ഉള്ളോ? അവിടെ ഇതുവരെ പറഞ്ഞത് മനസ്സിലായിരുന്നു? സോറി, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. വീറ്റേ ഒന്നൊന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ ഞാൻ ജോയിൻ ആയില്ലേ? ഇപ്പൊ ജോയിൻ ആയില്ലേ? ലാപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. രണ്ട് ഷെവിയും കാണുന്നുണ്ട്. ഞാൻ ലാപ്പിൽ കാണിച്ചു തരാം. ഓക്കെ. മൈക്ക് ഓൺ. ഗോ ടു ദ കമ്പ്യൂട്ടർ സെറ്റിംഗ്. ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, അതായത് ഫ്രീ പിക്ക് പോവുക. ഫ്രീ പിക്കില് വെക്ടേഴ്സ് അങ്ങനത്തെ കുറെ ഫയൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പം വെക്ടേഴ്സ്, ഇപ്പം ഞാൻ ഈ ഫയൽ സെലക്ട് ചെയ്യുന്ന വെച്ചോ. ഇത് കണ്ടോ, EPS ഫോർമാറ്റിലാണ് ഈ ഫയൽ കിടക്കുന്നത്. അപ്പൊ EPS ഫോർമാറ്റിൽ ഞാൻ ഫയല് ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ഡൗൺലോഡ് ചെയ്യുക. പ്രീമിയം മെമ്പേഴ്സിനൊക്കെ എത്ര വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ അല്ലാത്ത ഞാൻ പ്രീമിയം മെമ്പർ അല്ല. യു ഹാവ് റീച്ച്, സോറി. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യുമ്പം ഡൗൺലോഡ്സിൽ കണ്ടോ, ഇത് ഞാൻ ഫയല് ഡൗൺലോഡ് ചെയ്തതാ. ഇതിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്ട് ടു ഇലിസ്ട്രേഷൻ ആക്കുക. ഇത് ഞാൻ സിപ്പ് ഫോമിലായിരിക്കും കാണുന്നത്. കണ്ടോ, സിപ്പ് ഫോമിലാണ് കാണുന്നത്. അതിന് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇലിസ്ട്രേഷൻ ഫോമിലേക്ക് ആക്കി. ഇലിസ്ട്രേഷൻ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ ഞാൻ അതിന്റെ അകത്ത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടോ, AI ഫോം, എൻകാപ്സുലേറ്റർ ഫോം കാണാം. എൻകാപ്സുലേറ്റർ ഫോം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓരോന്നൊക്കെ മാറ്റിയാൽ മതി. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതൊക്കെ ഇതിനകത്ത് ഇപ്പൊ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ ഈ ആളെ വേണം, ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, അങ്ങനെ ഓരോക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഡിഫറൻസസ് ആഡ് ചെയ്താൽ മതി. ഇതുള്ള വെക്ടേഴ്സ് അല്ല, ഫ്രീ പിക്കിന്റെ അകത്തൊക്കെ വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മള് അതേപോലെ വേറെ കുറെ ഇതുണ്ട്. അൺസ്പ്ലാഷ് ഉണ്ട്, ഫ്രീ പിക്ക്, പിന്നെ വെക്ടേഴ്സ് കിട്ടുന്നത്, പിന്നെ ബാക്ക്ഗ്രൗണ്ട്സും, പിന്നെ ഐക്കൺസ് മാത്രം കിട്ടുന്ന കുറെ സൈറ്റ്സ് ഉണ്ട്. അതൊക്കെ അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ പിന്നെ അയച്ചു തരാം. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് ഇത്രയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പിന്നെ ക്യാൻവയും പിന്നെ വേറെ ഓർമ്മ ഉണ്ടല്ലോ, അതൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ്. ഫോട്ടോ ഡിസൈൻ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ്. ഞാൻ പിന്നെ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ ഇതെടുത്ത് നമ്മുടെ ഗൂഗിൾ PPT എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ആഡ് ചെയ്യാമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് പിന്നെ അതൊരു PDF ഫോമിലായിട്ട് ആക്കിയിട്ട് ഒരു PDF പേജ് എടുത്തിട്ട് അത് തന്നെ ക്രോപ്പ് ചെയ്ത് എടുത്താൽ അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളു. എല്ലാവർക്കും ഹലോ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ? എല്ലാവർക്കും മനസ്സിലായോ? എടുത്തത് ഇച്ചിരിയെങ്കിലും മനസ്സിലായോ? കുറച്ച് ലാഗ് ആയി പോയി, അതുകൊണ്ടാണ്. സോറി. ഹലോ, മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞോ. ഞാൻ നിങ്ങളുടെ കോളേജിലെ ചെക്കനാണ്, പറഞ്ഞോളൂ.
മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞോളാം. വേറെ ഇതിപ്പം കൂടുതൽ ലാഗ് അടിക്കേണ്ടെന്ന് വെച്ചാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നത് കേട്ടോ. ആ ഫോട്ടോഷോപ്പിൽ എത്തിയത് ഇച്ചിരി ഫാസ്റ്റ് ആയി പോയി. അതൊക്കെ മനസ്സിലായില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോ. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ അകത്ത് ആ വെക്ടേഴ്സ് ഒക്കെ കിട്ടുന്നില്ലേ, ഫ്രീ പിക്ക് അങ്ങനത്തെ ഫ്രീ പിക്കിനകത്ത് വെക്ടേഴ്സ് ഒക്കെ കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതും വെക്ടർ കിട്ടുന്നതും പിന്നെ വേറെ ഫോമാറ്റ്സ് ഒക്കെ കിട്ടുന്ന കുറച്ച് സൈറ്റ്സ് ഉണ്ട്, ഐക്കൺസ് ഒക്കെ കിട്ടുന്നത്. ആ സൈറ്റ്സ് ഒക്കെ ഞാൻ അയച്ചുതരാം കേട്ടോ, അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ അയച്ചുതരാം. പിന്നെ ഇത്രേ ഉള്ളൂ. എന്റെ ക്യാൻവ ഒക്കെ പറഞ്ഞേ അതിനൊരു സെക്ഷൻ എടുത്തോ? ഏതാടാ? മൊബൈൽ ഫോണിന്റെയോ? ആ അത് ഞാൻ പിന്നെ ചെയ്യാം, അതിനൊരു സെക്ഷൻ ഞാൻ നടത്താം. ഓക്കെ ഓക്കെ. ആ ഇത് മനസ്സിലായോ? നിന്റെ പേരെന്താ? കിർക്സോ? ഓ ഓ കാർത്തിക്. എന്താ പേരെന്താ? കാർത്തിക് ആണോ? എന്താ പേര്? അശ്വിൻ അശ്വിൻ അശ്വിൻ. ഓക്കെ. അശ്വിൻ. ആ കേട്ടോ. പിക്സാർട്ടിൽ കൈമല്ലു ഇല്ലേ? ആ എടാ, പിക്സാർട്ടിൽ ചെയ്യാൻ പറ്റുമല്ലോ. അതിനകത്ത് ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയത്തില്ല. പക്ഷെ പിക്സാർട്ട് അതിനകത്തൊക്കെ അത് മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലേ, അപ്പൊ അതിനകത്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ബെസ്റ്റ് ഡയമെൻഷൻ ഏതാ എടുക്കണ്ടേ? 4:3 റേഷ്യോ അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. 4:3 റേഷ്യോ കറക്റ്റ് ഡയമെൻഷൻ. ഹാഫിസേ എടാ ഡയമെൻഷൻ ഒന്ന് പറയാവടാ. നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് ഡയമെൻഷൻ ഒക്കെ എത്രയാണ്? 4:3 റേഷ്യോ, 1:1 റേഷ്യോ, 5:3 റേഷ്യോസിലൊക്കെയാണ് നമ്മള് പോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫോർ IEEE പോസ്റ്റേഴ്സ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ ഡൗട്ട്സ് ഒന്നും ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ ഇത്ര ക്ലാസ് കേട്ടതല്ലേ, അപ്പൊ ഏതെങ്കിലും ഒരാള് ഒരു ഫീഡ്ബാക്ക് വോയിസ് ആക്കി പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ ആരെങ്കിലും ബെറ്റർ ആയിരിക്കും. അച്ഛാ ആരാന്ന് വെച്ചാ പറഞ്ഞോ. മേഘന അച്ഛ ആരാന്ന് വെച്ചാ പറഞ്ഞോ. ഒരു ഫീഡ്ബാക്ക് പറഞ്ഞോ ആരെങ്കിലും. അശ്വിൻ പറയുന്നോ? അശ്വിൻ പറഞ്ഞോ? നീവനെ പറഞ്ഞോ. അശ്വിൻ നീ പറയടാ. നല്ലൊരു കുറച്ചുകൂടി ടൈമൊക്കെ എടുത്ത് ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഹലോ, ഓഡിയോ കട്ടാവുണ്ടോ? ഇല്ല പറഞ്ഞോ. നല്ല സെക്ഷൻ. വളരെ നല്ലൊരു സെക്ഷൻ തന്നെ ആയിരുന്നു. കൂടുതൽ ബിഗിനേഴ്സിന് കുഴപ്പമില്ല, മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. കുറച്ചുകൂടി ടൈം എടുത്ത് ഒന്നുകൂടിയും അടുത്ത സെക്ഷനോടെയൊക്കെ നടത്തുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആവും. ഞാൻ PS സെപ്പറേറ്റ് ഒരു സെക്ഷൻ എടുക്കാം. പിന്നെ AI നല്ലൊരു മനസ്സിലായില്ലേ, അഡോബ് ഇല്ലസ്ട്രേറ്റർ. PS ഞാൻ പിന്നെ എടുക്കാം. ഇപ്പൊ അത് 1 മണിക്കൂർ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാ സോറി. കുഴപ്പമില്ല, നല്ലൊരു സെക്ഷൻ തന്നെയായിരുന്നു. ഇത്ര ടൈമില് ഇത്ര എടുത്തില്ലേ, മനസ്സിലാവും. വേറെ ആർക്കും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. പറയൂ. ഒരാളും കൂടി. നല്ല സെക്ഷൻ ആയിരുന്നു. പറഞ്ഞോ. നല്ല സെക്ഷൻ ആയിരുന്നു, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഷംദിഖാന്റെ ശൈലിയെല്ലാം രസമുണ്ടായിരുന്നു ക്ലാസ് കേൾക്കാൻ.
പിന്നെ ബിഗിനേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് കുറെ ഹെൽപ്ഫുൾ ആയി. ഞങ്ങൾക്ക് ബിഗിനേഴ്സ് രീതിയിൽ ഞങ്ങൾക്ക് IEEE വരുമ്പോൾ ഞങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. താങ്ക് യു. താങ്ക്സ് ഫോർ ദാറ്റ്. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? വേറെ എന്തെങ്കിലും? ഓക്കെ അല്ലേ? അപ്പം എന്നാ ശരിയല്ലായിരിക്കും. താങ്ക്സ് ഫോർ അറ്റൻഡിങ് മൈ സെക്ഷൻ. താങ്ക് യു. അപ്പൊ ഓക്കെ കേട്ടോ. താങ്ക് യു. എല്ലാവരും ലീവ് ചെയ്തോളൂ.